കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 6% റിട്ടേണാണ് ഇന്ത്യൻ മാർക്കറ്റ് നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ താരിഫ് താൽക്കാലികമായി നിർത്തലാക്കിയതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മടങ്ങിയെത്തിയതും മൺസൂൺ സീസൺ മികച്ചതായിരിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് മാറിയതിന് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സെൻസെക്സ് 6.37% ഉയർന്നപ്പോൾ നിഫ്റ്റി 6.48% ഉയർന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വം നിലനിന്നിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മടങ്ങി വന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ഇന്ത്യയുടെ റിറ്റെയിൽ ഇൻഫ്ലേഷൻ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് തുടരുന്നത്. ഇതോടൊപ്പം തന്നെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി 25 ബേസിസ് പോയിൻറ്റിൻ്റെ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് മുതിർന്നേക്കുമെന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ഇതും മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് 6%-ഓളം ഉയർന്നതും നിഫ്റ്റി 23,880 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ് ലോങ് പൊസിഷൻ എടുക്കുന്നതിന് മുൻപേ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യതകൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യണം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 23,400, 23,500 തുടങ്ങിയ റേഞ്ചിൽ മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കും. ഇവിടെ നിന്നും മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം ലോങ് പൊസിഷനുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാം. നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് നമ്മൾ പരിശോധിച്ചാൽ ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ 54,400, 54,500, 55,000 തുടങ്ങിയ ലെവലുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 52,800, 53,000 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി വരുന്ന ആഴ്ച ഫോക്കസ് ചെയ്യേണ്ട 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് SBI ലൈഫ്. SBI ലൈഫ് കഴിഞ്ഞ ആഴ്ച 2.6% ഉയർന്ന് 1,607 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1,550, 1,580 എന്ന സോൺ ഒരു പ്രധാന മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് സോണാണ്. ഈ സോണിനെയാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് മറികടന്നത്. ഇത് ശക്തമായ ബുള്ളിഷ് ട്രെൻഡിൻ്റെ തിരിച്ചുവരവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും അവിടെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. കൂടാതെ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനും കാണാം. അതോടൊപ്പം തന്നെ 20 ഡേ, 50 ഡേ, 100 ഡേ, 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയതും ബുള്ളിഷ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. RSI നമ്മൾ പരിശോധിച്ചാലും RSIയും ബൈയിങ്ങിൻ്റെ സിഗ്നലാണ് നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 1,650, 1,675, 1,700, 1,750 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 1,575, 1,550 തുടങ്ങിയ 2 റേഞ്ചുകളിലെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ 2 റേഞ്ചുകളിലാണ് സ്റ്റോക്കിന് സപ്പോർട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി പോർട്ട് 2.28% ഉയർന്ന് 1,261 ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ട്രയാങ്കുലർ ബ്രേക്കൗട്ട് രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിരുന്നു. 1,200 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസ് സോണിൽ വന്ന ട്രയാങ്കുലർ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വന്ന ട്രെൻഡ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനുകളിലായി സ്റ്റോക്കിലെ വോളിയത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് 20 ഡേ, 50 ഡേ, 100 ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ MACDയിലും ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇതും സ്റ്റോക്കിൻ്റെ ബൈയിങ്ങിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള സിഗ്നലാണ് നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെയും അടുത്ത ആഴ്ചയിലേക്ക് പരിഗണിക്കാം. 1,350, 1,400, 1,450 തുടങ്ങിയ റെസിസ്റ്റൻസുകളാണ് സ്റ്റോക്കിനുള്ളത്. 1,220, 1,200 തുടങ്ങിയവ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്